Praise the Lord. Isaiah chapter 58 verses 1 says, "Shout the message, don't hold back. Say to my people Israel, you have sinned, you have turned against the Lord." ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ നൊയമ്പാചരണം ആരംഭിക്കുന്ന ഈ ദിവസത്തിൽ വലിയവനായ ദൈവത്തെ ആത്മാർത്ഥതയോടെ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഡേ 1 ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. 50 നൊയമ്പിൻ്റെ 1 ദിവസത്തിലേക്ക് കടക്കുന്ന വിശ്വാസികളായ നമുക്ക് യെശയ്യാ പ്രവാചകനിലൂടെ ലഭിക്കുന്ന ദൂതാണിത്. ബാബേൽ പ്രവാസം കഴിഞ്ഞു വന്ന ഇസ്രായേൽ തങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയ കഷ്ടതയിൽ അവരൊരു പാഠം പഠിക്കാതെ ഇരിക്കുകയും അവരുടെ ജീവിതത്തിൽ ഭക്തിമാർഗം പിന്തുടരുമ്പോഴും ഉള്ളുകൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് അകലെയായിരുന്നു. എങ്കിലും അവർ കർത്താവിനെ അറിയുവാൻ ആഗ്രഹിച്ചു. അവൻ്റെ നീതിയുള്ള വിധികളെ ഇഷ്ടപ്പെട്ട് അവനോടടുക്കുവാൻ താൽപ്പര്യപ്പെട്ടു. എന്നാൽ നൊയമ്പ് നോക്കുമ്പോൾ ആചാരപ്രകാരമുള്ള ഒരു ഭക്തി മാത്രമാണ് അവർ പിന്തുടർന്നിരുന്നത്. അവർ ചെയ്യേണ്ടതായ ഒരു നന്മ പ്രവൃത്തികളും ചെയ്യാതെ വിവാദത്തിനും കലഹത്തിനും ഒക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതേ അനുഭവമല്ലേ കാണുന്നത്? യെശയ്യാ 58:3 നൊയമ്പാചരിക്കുന്ന ജനം ദൈവത്തോട് ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങൾ നൊയമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? എന്തുകൊണ്ടെന്നാൽ ജനത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നൊയമ്പ് ആചരിക്കുന്നു എങ്കിൽ Isaiah 58 verses 6 says, "I will tell you what it really means to worship the Lord. Remove the chains of prisoners who are chained unjustly. Free those who are abused." അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, ഗുരുക്കളെ, പ്രിയ കൂട്ടുകാരെ, കുഞ്ഞുങ്ങളെ, നമ്മൾ ദൈവസന്നിധിയിൽ കളങ്കമില്ലാതെ പ്രാർത്ഥിക്കുക. കാഹളം പോലെ നമ്മുടെ ശബ്ദമുയർത്തുക. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറയുക. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.